തണൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മുക്കോലയ്ക്ക് സമീപം കല്ലയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബദനി ഹോം ഫോർ ദി ഏജ്ഡ് ബദേൽ ഗ്രാമിന്റെ വിശേഷങ്ങളാണ്. ഒറ്റപ്പെടലിന്റെ ജീവിത വഴികളിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു കൂട്ടം ആൾക്കാർ, ജീവിത സായാഹ്നത്തിൽ എവിടെയൊക്കെയോ വെച്ച് ദിശയറിയാതെ തിരസ്കരിക്കപ്പെട്ടവർ, ഈ മുഖങ്ങളിൽ, ഇവരുടെ കണ്ണുകളിൽ നാം കാണുന്നത് ഒറ്റപ്പെടലിൻ്റെ വേദനകളാണ്, ഒഴിവാക്കലുകളുടെ നൊമ്പരങ്ങളാണ്. ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പായിരുന്ന അഭിവന്യ ശാമുൽ അമൃതം തിരുമേനിയുടെ കാലത്താണ് ബദേൽ ഗ്രാമിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ ബദേൽ ഗ്രാമിൽ 72 മാതാപിതാക്കളാണ് പാർക്കുന്നത്. 72 മാതാപിതാക്കളിൽ 15ഓളം പേർ കിടപ്പ് രോഗികളാണ്. മക്കൾ ഉള്ളവരും ഇല്ലാത്തവരും ഉപേക്ഷിക്കപ്പെട്ടവരും ആരും ആശ്രയമില്ലാത്ത മാതാപിതാക്കളാണ് ഇവിടെ ഇപ്പോൾ പാർക്കുന്നത്. അതിൽ 15ഓളം പേർ കിടപ്പ് രോഗികളാണ്. ബദേൽ ഗ്രാമിൻ്റെ ഒരു മാസത്തെ ചെലവ് 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ സാധാരണ ഭക്ഷണ ചെലവിന് 12,000 രൂപയാണ്. ഈ 12,000 രൂപ എന്ന് പറഞ്ഞാൽ രാവിലെയും രാത്രിയുള്ള ഭക്ഷണത്തിന് 2,500 രൂപ വീതവും, ഉച്ചയ്ക്കുള്ള സാധാരണ ഭക്ഷണത്തിന് 5,000 രൂപയും, ചായയും സ്നാക്സിനുമായി 2,000 രൂപയും. അങ്ങനെയാണ് ഒരു ദിവസത്തെ ഭക്ഷണ ചെലവ് 12,000 രൂപ ആവശ്യമായിരിക്കുന്നത്. ഇവിടെ എല്ലാ മേഖലകളിലുമായി 18ഓളം ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ജീവനക്കാർക്ക് വലിയ ശമ്പളം ഇല്ല, ഒരു സേവനം പോലെയാണ് ജീവനക്കാർ ഈ ഹോമിൽ ശുശ്രൂഷ അർപ്പിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗമെന്ന് പറയുന്നത് ഈ ഹോമിനെ സ്നേഹിക്കുന്ന ദക്ഷിണ കേരള മഹായിടയിലുള്ളവരും അല്ലാത്തവരും വിവിധ ജാതി മത വിഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ ഈ ഹോമിൽ വരികയും സാമ്പത്തികമായ സഹായം നൽകി വരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇവിടെ മാതാപിതാക്കളെ പ്രവേശിപ്പിക്കുമ്പോൾ അവരുടെ പരിപാലനത്തിനായി മാസം തോറും 6,000 രൂപയാണ് നമ്മൾ വാങ്ങുന്നത്. ഈ 6,000 രൂപ ഇപ്പോൾ ഇവിടെ ഉള്ള മാതാപിതാക്കളിൽ 25% പേരാണ് കൃത്യമായിട്ട് നൽകി വരുന്നത്. അതാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ഇവിടെ താമസിക്കുന്ന മാതാപിതാക്കൾക്ക് സർക്കാർ പെൻഷനുണ്ട് കുറച്ച് പേർക്ക്. അപ്പോൾ ആ പെൻഷൻ വാങ്ങുമ്പോൾ നാമമാത്രമായ തുക അവരും നൽകി വരുന്നു. അതുകൂടാതെ ജന്മനാൾ, വിവാഹ വാർഷികം, മെമ്മറി പ്രെയർ ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രോഗ്രാമിന് വരാറുണ്ട്. സഭകളിൽ നിന്നും വ്യക്തികളുമായിട്ടൊക്കെ ഇവിടെ വരാറുണ്ട്. അവർ വരുമ്പോൾ ആ സമയത്തെ ചെലവ് അവരാണ് വഹിക്കുന്നത്. അത് ഹോമിന് ബാധകമല്ല. അതുപോലെ ഈ ഹോം സന്ദർശിക്കുന്ന സംഘടനകളും വ്യക്തികളും കുടുംബങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങൾ സ്പോൺസർ ചെയ്യാറുണ്ട്. അരി, പയർ, പഞ്ചസാര, സോപ്പ്, എണ്ണ തുടങ്ങിയ സാധനങ്ങൾ സ്പോൺസർ ചെയ്യുന്നു. അത് ഈ ഹോമിന് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഇന്ന് തീരുന്നു. ഇവിടെയുള്ള മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ മക്കളെ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ മക്കളാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ഒരു സങ്കടകരമായ ഒരു കാര്യം ഇന്ന് എൻ്റെ മുൻപിലുണ്ട്. മക്കളെ വിളിച്ചാൽ അവരാരും വരാറില്ല. ഈ മാതാപിതാക്കളെ അവർ നോക്കാറില്ല, സ്നേഹിക്കാറില്ല, കരുതാറില്ല. അതാണ് ഇവിടെയുള്ള മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെയുള്ള മാതാപിതാക്കൾക്കും നല്ല ഭക്ഷണം കൊടുക്കണമെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പലപ്പോഴൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നു എങ്കിലും ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് ഒരു കുറവും വരുത്താതെ അവരേറ്റവും സന്തോഷത്തോടു കൂടെ അവരെ സംരക്ഷിച്ച് വരുന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ നാളുകളിൽ
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ സഹായമുണ്ട് എങ്കിലും ഇനിയും ഈ ഹോമിന് ധാരാളം ആവശ്യങ്ങളുണ്ട്. ആ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. തിരുവനന്തപുരം ജില്ലയിൽ മുക്കോലയ്ക്ക് സമീപം കല്ലയം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ബദനി ഹോം ഫോർ ദി ഏജ്ഡ് ബദേൽ ഗ്രാമിൽ ഇന്ന് 72-ൽ പരം ആൾക്കാർക്കാണ് അഭയം നൽകിയിരിക്കുന്നത്. അവഗണനകളുടെ ആഴമേറിയ കയ്പുനീരുകൾ കുടിച്ചവരാണിവർ. പിന്നെയുള്ള വരുമാന മാർഗമെന്ന് പറയുന്നത് ദക്ഷിണ കേരള മഹായിടയിലുള്ള സഭകളിലുള്ള ഭവനങ്ങളിൽ നിന്ന് പഴയ ന്യൂസ് പേപ്പർ, ഇരുമ്പ് സാധനങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങൾ വിറ്റാൽ വില കിട്ടുന്ന എല്ലാം കളക്ട് ചെയ്ത് വിറ്റ് ഈ ഹോമിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചു വരുന്നു. ഇപ്പോൾ അതിൽ നിന്നുള്ള വരുമാനവും വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. എല്ലാ സഭകളും ഇപ്പോൾ അതിൽ സഹകരിക്കുന്നില്ല. ഈ ഒരു മാസത്തെ ചിലവായ 6 ലക്ഷം രൂപ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രതിസന്ധിയായ ഒരു സാഹചര്യമാണ്. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഈ സ്ഥാപനം നടത്തുന്നു എന്ന് സന്തോഷമായിട്ട് അറിയിക്കട്ടെ. ഇതുകൂടാതെ വിവിധ ഭവനങ്ങളിൽ 1500 ബോക്സുകൾ വെച്ചിട്ടുണ്ട്. 3 മാസത്തിലൊരിക്കൽ ആ ബോക്സ് കളക്ട് ചെയ്ത് ആ തുകയും കൂടെ ഈ ഹോമിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഈ ഹോമിനോട് അനുബന്ധിച്ച് ഒരു ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. അത് ഈ ഹോമിലുള്ള മാതാപിതാക്കൾക്ക് വളരെ പ്രയോജനകരമാണ്. കൂടാതെ ഒരു പാലിയേറ്റീവ് യൂണിറ്റ് ഇവിടെയുണ്ട്. ആ പാലിയേറ്റീവ് യൂണിറ്റിൽ ഇപ്പോൾ 9 മാതാപിതാക്കൾ ആണ് അവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ബദേൽ ഗ്രാമിൽ നിന്നാണ് അവിടെയുള്ള മാതാപിതാക്കൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകി വരുന്നത്. ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് ഒരു രീതിയിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരാതെ അവരെ വളരെ സന്തോഷത്തോടെ അവർ ഇവിടെ കഴിയുന്നു. ഒരു ദുഃഖമുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന ഒരു റൂമിൽ 3 മാതാപിതാക്കളാണ് പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഈ 3 പേരും പരസ്പരം ഒരു സ്നേഹമോ കരുതലൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. സാധാരണ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനേക്കാൾ വളരെ വിഷമമാണ് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്. കൂടാതെ കിടപ്പ് രോഗികൾക്ക് ഉപയോഗിക്കുന്ന ഡൈപ്പർ, അതുപോലെ അവരുടെ പരിചരണത്തിന് ആവശ്യമായതെല്ലാം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലാണ് ഏറ്റവും അധികം തുക ചിലവായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ആരും ഉപേക്ഷിക്കരുത് എന്നാണ്. അവർക്ക് കുറവുകളുണ്ട്, അവർക്ക് ബലഹീനതകളുണ്ട്. നമുക്ക് അവരെ അംഗീകരിക്കാൻ കഴിയാത്ത, അവരുമായിട്ട് യോജിക്കാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. എങ്കിലും വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുവാനായിട്ട് പാടില്ല എന്ന ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. പലവിധ കാരണങ്ങളാൽ ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടു പോയ നിരാലംബരാക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കളുടെ അഭയകേന്ദ്രമാണ് കല്ലയം ബദേൽ ഗ്രാമം. CSI ദക്ഷിണേന്ത്യ സഭയിലെ വൈദികനായിരുന്ന റവറൻഡ് ഡി ലാസറസിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ഫ്രെഡറിക് ലാസറസ് കുമാർ ദാനമായി നൽകിയ ഭൂമിയിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. CSI ദക്ഷിണ കേരള ബിഷപ്പായിരുന്ന ഡോക്ടർ സാമുവൽ അമൃതം തിരുമേനിയാണ് 1993 ഓഗസ്റ്റ് 14 ഈ സ്ഥാപനത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. ഈ സ്ഥാപനത്തിൻ്റെ മാനേജരായി റവറൻഡ് ജെ രാജൻ ശുശ്രൂഷ ചെയ്തു വരുന്നു. മഹായിടയിൽ നിന്നുള്ള സഹായങ്ങളൊന്നും ഈ ഹോമിന് ലഭിക്കുന്നില്ല. ഈ മുഴുവൻ തുകയും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. മഹായിടയിൽ നിന്നുള്ള സഹായം മുൻപും ഇല്ല, ഇപ്പോഴും ഇല്ല. മേലധികാരികളുടെ നിർദ്ദേശം, അതാത് സ്ഥാപനങ്ങളിൽ മേലധികാരികൾ അത് കണ്ടെത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വീടുകൾ തോറും കയറിയിറങ്ങി സംഭാവനകളും ഭക്ഷണ സാധനങ്ങളൊക്കെ ചോദിച്ച്
വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സഹായം എന്ന് പറയുന്നത് ഇവിടെയുള്ള 72 മാതാപിതാക്കളിൽ 50ഓളം പേർക്ക് റേഷൻ പെർമിറ്റുണ്ട്. അത് റേഷൻ വിലയ്ക്ക് അവർ സാധനങ്ങൾ നൽകും. പിന്നെ 15ഓളം പേർക്ക് സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായമുണ്ട്. അത് ഒരു വർഷത്തിൻ്റെ മാർച്ച് മാസം കഴിയുമ്പോഴാണ് അത് നൽകുന്നത്. 72 പേരിൽ 15ഓളം പേർക്കാണ് ആ സഹായം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും തുടർച്ചയായിട്ട് അത് ലഭിക്കുന്നില്ല. അതും കാലതാമസവും സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അതിനും കാലതാമസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേശത്തുള്ളവരും അല്ലാത്തവരുമായ ഒത്തിരി ആളുകളുടെ സഹകരണം ഈ ഹോമിനുണ്ട്. സാമ്പത്തികമായും സാധനങ്ങളായിട്ടുമൊക്കെ അവർ തന്ന് സഹായിക്കുന്നു. അത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികളെക്കാൾ അധികം മറ്റ് ജാതികളിൽ ഉള്ളവരാണ് ഈ ഹോമിനെ ഇപ്പോൾ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെയാണ് അധികവും ഈ ഹോമിൽ വരുന്നത്. അത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. അവർക്ക് പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും പലയിടങ്ങളിലും വീണുപോയവരാണ് ഇവർ. ഭവനങ്ങളിൽ നിന്നും പലവിധ കാരണങ്ങളാൽ ഒഴിഞ്ഞു പോകേണ്ടി വന്നവർ. ഇവിടെയുള്ള പലർക്കും പല അനുഭവങ്ങളാണ്. ജീവിത വഴികളിലെ വീഴ്ചകൾ പലപ്പോഴും നമ്മെ തകിടം മറിച്ചെന്ന് വരാം. ഒരു കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നവർ, പലർക്കും പ്രിയപ്പെട്ടവരായിരുന്നവർ, ഒരു കാലം പലർക്കും പലതുമായിരുന്നവർ, ഇക്കാലം ആരും സഹായിക്കുവാനില്ലാതെ ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബഥേൽ ഗ്രാമത്തിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്നവരുടെ ഒരു ഭവനമാണ് ബഥേൽ ബഥനി ഹോം ഫോർ ദി ഏജ്ഡ് എന്നത്. ഇതിൻ്റെ പ്രവർത്തനം വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവരെ കരുതുകയും ചെയ്യുക എന്നതാണ്. ഈ ഭവനത്തിന് സ്ഥലം നൽകിയ അച്ഛൻ്റെ മക്കളോ ഈ ഭവനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മഹായിടവകയുമായിട്ടാണ് അവർ ബന്ധം. അവർ വിദേശത്താണ് താമസിക്കുന്നത്. അവരുടെ റിലേറ്റീവ്സാണ് ഈ സ്ഥലം ബഥേൽ ഓൾഡ് ഏജ് ഹോമിൻ എന്ന പർപ്പസിന് വേണ്ടി നൽകിയത്. ഇവിടെ ഇപ്പോൾ 75ഓളം മാതാപിതാക്കൾ താമസിക്കുന്നു. അവർ ആരുമില്ലാത്തവരും ആശ്രയിക്കാൻ ആരുമില്ലാത്ത ധാരാളം മാതാപിതാക്കൾ കഴിഞ്ഞ കാലങ്ങളിലും ഈ നാളുകളിലും ഈ ഭവനത്തിൽ പാർക്കുന്നുണ്ട്. ആവശ്യം എന്ന് പറയുമ്പോൾ വാർദ്ധക്യം എപ്പോഴും ആവശ്യമുള്ള മറ്റുള്ളവരുടെ സാന്നിധ്യം ആവശ്യമുള്ളവരുടെ ഒരു കാലഘട്ടമാണ്. പലപ്പോഴും മാതാപിതാക്കൾ ഒറ്റപ്പെടുക എന്ന് പറയുന്നത്, നമ്മുടെ മാതാപിതാക്കൾ ഒറ്റപ്പെടുമ്പോൾ നാം ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് മാതാപിതാക്കളും അനുഭവിക്കുന്നത്. എപ്പോഴും അവർ മറ്റുള്ളവരുടെ സാന്നിധ്യവും സാമീപ്യം ആഗ്രഹിക്കുന്നവരാണ്. അതില്ലാത്ത ആളുകളും ധാരാളം പേരുണ്ട്. അവരുടെ റിലേറ്റീവ്സ് എന്ന് പറയാൻ ബന്ധുക്കളായിട്ട് ആരുമില്ലാത്ത ധാരാളം പേര് ഈ ഭവനത്തിൽ പാർക്കുകയും ചെയ്യുന്നുണ്ട്. ദൈനംദിന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നാളുകളിൽ ഈ ഭവനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധി ഇന്നാളുകളിൽ നേരിടുന്നു. എങ്കിലും ദൈനംദിന അവരുടെ കാര്യങ്ങൾ ശരിയായി ക്രമീകരിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ സംഭാവനകളാണ് ഈ ഭവനത്തിൻ്റെ ദൈനംദിന നടത്തിപ്പിന് പ്രധാന വരുമാന മാർഗമായി ഇന്ന് നിലനിൽക്കുന്നത്. ധാരാളം സഭകളും വ്യക്തികളും കുടുംബങ്ങളും ഈ ഭവനത്തിന് വേണ്ടി കൈതാങ്ങുന്നുണ്ട്. സംഘടനകൾ കൈതാങ്ങുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഈ ഭവനം ദൈനംദിന നടത്തിപ്പിന് ഇത്രയും മാത്രം നന്നായിട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. കഴിഞ്ഞ 15 വർഷത്തോളമായി ഞാൻ ഈ ഭവനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വരുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാതാപിതാക്കളായിരുന്നു ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നത്. എങ്കിലും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. ഈ ഭവനത്തെക്കുറിച്ച് പുറത്ത് ആരും അറിയാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥ. ഈ മാതാപിതാക്കൾ ഓരോ ദിവസവും അവരെ കരുതുക എന്ന് പറയുന്നത്, ചിലപ്പോൾ ഞാൻ വന്നിട്ട് അവരെയൊക്കെ കുളിപ്പിക്കുകയും വന്ന് ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
എല്ലാവരും പരസ്പരം കൈതാങ്ങുന്ന ഒരനുഭവം. കിടപ്പിലുള്ളവരാണെങ്കിലും ക്ഷീണാവസ്ഥയിലുള്ളവരാണെങ്കിലും അവരും പരസ്പരം എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം ഈ ഭവനത്തിലുണ്ടായിരുന്നു. ആ ബന്ധമാണ് ഇന്ന് ഈ ഭവനത്തിൻ്റെ ഇത്രയും വലിയ വളർച്ചയ്ക്കും ഇത്രയും പേർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനും കാരണമായി തീർന്നത്. ഈ ഭവനത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഒരുപോലെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങളിൽ മാത്രമേ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കാറുള്ളൂ. ഷെഡ്യൂൾ അനുസരിച്ച് രാവിലെ 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബെഡ് കോഫിയാണ്. അതോടുകൂടി ഇവിടുത്തെ ഒരു ദിവസം ആരംഭിക്കുന്നു. ഈ ബെഡ് കോഫി കൊടുത്തു കഴിയുമ്പോൾ 8 മണിക്ക് മുന്നേ എല്ലാ മാതാപിതാക്കളും കുളിച്ച് ക്ലിയറായി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എഴുന്നേറ്റ് വരാൻ പറ്റുന്നുള്ളവർ ഡൈനിങ് ഹാളിൽ വരികയും മറ്റുള്ളവർക്ക് റൂമുകളിൽ തന്നെ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. 10 മണിക്ക് ടീ ബ്രേക്കുണ്ട്. ബിസ്ക്കറ്റും കട്ടൻ ചായയാണ് ഇപ്പം കൊടുക്കുന്നത്. ചായ ഒഴിവാക്കുന്നത് കൂടുതൽ പേർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കട്ടൻ ചായ ആയിട്ട് ക്രമീകരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടുത്തെ ലഞ്ച് നോൺ വെജ് ആണ് കൂടുതലും. കൂടുതൽ പേർക്കും അതാണ് അങ്ങോട്ട് അക്സെപ്റ്റ് ആയിട്ടുള്ളത്. മീൻ കറി ഫുഡാണ്. ചിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലപ്പോഴും അവർ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. സ്ഥിരമാണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൈകുന്നേരം 4 മണിക്ക് ചായ, സ്നാക്സ്. അടുത്ത് 7 മണിക്ക് ഡിന്നർ വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാറും. അതാണ് പറഞ്ഞത്, ദൈനംദിന കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരുപോലെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുക അല്ല. ഇവിടെ ചില ആളുകൾ സ്പോൺസർ ചെയ്യാറുണ്ട്, അവരുടെ ഇഷ്ടത്തിന് ഫുഡ് കൊണ്ടുവരാറുണ്ട്. ഇവിടെ എങ്ങനെ ഏത് വിധത്തിലാണെങ്കിലും ഫുഡ് അവർക്ക് എല്ലാ സമയങ്ങളിലും നന്നായി ലഭിക്കുന്ന ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. സ്നേഹസമ്പന്നരായ ഒരുപറ്റം മനുഷ്യ സ്നേഹികളായ വ്യക്തികൾ ഇവർക്ക് ശുശ്രൂഷകളും പരിചരണങ്ങളും നൽകി വരുന്നു. റവറൻഡ് ലാസറസ് അവറുകൾ ആണ് ഈ സ്ഥലം മഹായിടവയ്ക്ക് സൗജന്യമായിട്ട് നൽകിയത്. ഈ സ്ഥലം അമൃതം തിരുമേനിയുടെ കാലത്ത് ഒരു ഓൾഡ് ഏജ് ഹോം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഈ ഹോമിൽ ദീർഘകാലം റവറൻഡ് എഡിസൺ അച്ഛൻ അവറുകൾ മാനേജരായിട്ട് സുസ്ഥീർഘമായ സേവനം അനുഷ്ഠിച്ചു. തുടർന്ന് റവറൻഡ് ഹരികൃഷ്ണകുമാർ അച്ഛൻ 3 വർഷം ഈ ഹോമിന് മാനേജരായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ ഞാനാണ് ഈ ഹോമിൻ്റെ മാനേജരായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ ഹോമിനെ സഹായിക്കാനായിട്ടൊരു കമ്മിറ്റിയുണ്ട്. അഡ്വക്കേറ്റ് നോബിൾ അവറുകൾ സെക്രട്ടറി ആയിട്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്നു. സുജ ജാസ്മിൻ അവറുകൾ അക്കൗണ്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അവരോടുള്ള പ്രത്യേകമായ നന്ദിയും ഞാൻ അറിയിക്കട്ടെ. ഇനിയും ഒത്തിരി സാമ്പത്തികമുണ്ട്. ഈ ഹോസ്പിറ്റൽ പണിയുന്നതിന് ഏകദേശം 5 ലക്ഷം രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടികൾക്കായി അത് ഇതുവരെയും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ബാധ്യതയും കൂടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാലും ദൈവം ഒന്നിനും കുറവ് വരുത്താതെ നടത്തുന്നതിന് വേണ്ടി ദൈവത്തിന് പ്രത്യേകമായ നന്ദിയും രേഖപ്പെടുത്തി. ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് ഒട്ടപ്പാറ ഹെൽത്ത് സെൻ്ററിൽ നിന്നാണ് ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് സൗജന്യമായി മരുന്ന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ 3 മാസമായി അത് ലഭിക്കുന്നില്ല. അത് തിരികെ ലഭിക്കുവാനായി കളക്ടർക്കും DMIക്കും ഒക്കെ അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന ഒരു സങ്കടകരമായ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ചുറ്റുപാടുമുള്ള സുമനസ്സുകളുടെയും സമീപ പ്രദേശങ്ങളിലുള്ള CSI ദേവാലയങ്ങളിലെ കുടുംബങ്ങളിൽ നിന്നും ഉള്ള സഹായങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനം. ഇവിടെ ജോലി എന്നുള്ള നിലയിൽ ഒരിക്കലും ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഇതൊരു ദൈവം നൽകിയ അവസരം നന്നായി പ്രയോജനപ്പെടുത്തുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ സേവനം ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ.
ഒരു ജോലി എന്നുള്ള നിലയിലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭവനത്തിൽ ഒരിക്കലും വരികയില്ലായിരുന്നു. ആ കാഴ്ചപ്പാടോടുകൂടി എനിക്ക് വരാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഇവിടെ ഒരു സേവന തൽപരരായിട്ട് മാത്രമേ ഈ ഭവനത്തെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് ആഗ്രഹിക്കരുത്. എപ്പോഴും വാർദ്ധക്യം എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ നമ്മുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെയും നാം പരിപാലിക്കുവാൻ സന്നദ്ധരാകണം. നാം ഇന്ന് നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വാർദ്ധക്യത്തിലുള്ളവരെ കരുതുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അടുത്ത തലമുറയ്ക്ക് അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെയും അവരെ കരുതേണ്ടതിൻ്റെ ആവശ്യകത പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം നിലനിൽക്കുന്നത്. അതിന് നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ വാർദ്ധക്യത്തിലുള്ളവ ഒറ്റപ്പെടാതിരിക്കുകയുള്ളൂ. ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള അവസ്ഥ ആർക്കും വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സന്ദേശവും. എല്ലാവരും ഭവനങ്ങളിൽ സംരക്ഷിക്കപ്പെടുകയും മക്കളും കൊച്ചുമക്കളും കരുതുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതകമാകുകയും ചെയ്യണം. എൻ്റെ പേര് സുജ ജാസ്മിൻ എന്നാണ്. ഞാൻ ജസ്റ്റിൻ അച്ഛൻ്റെ വൈഫാണ്. എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കളും കുടുംബമായി കഴിയുന്നു. ഒരു കൊച്ചുമോളുണ്ട്. അവരും സന്തോഷമായിരിക്കുന്നു. ഞാൻ ഈ ഭവനത്തിൽ അക്കൗണ്ടൻ്റായിട്ടും ക്ലർക്കായിട്ടും സേവനം ചെയ്യുന്നുണ്ട്. വിരാലി ഡിസ്ട്രിക്ട് ചെയർമാനായിരിക്കുന്ന ജസ്റ്റിൻ അച്ഛൻ്റെ സഹധർമ്മിണിയാണ് ഞാൻ. എൻ്റെ പേര് സുജ ജാസ്മിൻ. ഞാൻ ഈ ഭവനത്തിൽ അക്കൗണ്ടൻ്റായും ക്ലർക്കായിട്ടും സേവനം ചെയ്യുന്നു. സ്നേഹം കൊടുത്ത് വീഴ്ച ഏറ്റുവാങ്ങിയവരാണ് ഇവരിൽ പലരും. ഇടം നഷ്ടപ്പെട്ടു പോയവർ, ഒറ്റപ്പെടലിൻ്റെ ഒറ്റത്തുരുത്തുകളിൽ ഉണക്കമരമായി മാറുമായിരുന്ന ഒരുപിടി ജീവിതങ്ങൾ ബദേൽ ഗ്രാമിൻ്റെ ആശ്വാസത്തിൻ്റെ തണലിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഈ ബദേൽ ഗ്രാമിനെ ഓർക്കണം. ബദേൽ ഗ്രാമിന് സാമ്പത്തികമായും അല്ലാതെയുള്ള സഹായങ്ങൾ ലഭ്യമാക്കുവാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. 4 വർഷമായി ഞാൻ ഈ ബദേൽ ഗ്രാമിൻ്റെയും മലയൻകീഴ് ഡെന്നിസൺ പ്രസംഗിയാർ വയോജനയുടെയും ചുമതല വഹിക്കുന്നത്. ഇതൊരു പ്രത്യേക ശുശ്രൂഷയാണ്, പ്രത്യേക അനുഭവമാണ്. വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളോടൊപ്പം കഴിയുക എന്ന് പറയുന്നത് ഒരു രീതിയിൽ പ്രയാസമാണെങ്കിലും സന്തോഷകരമായ കാര്യങ്ങളാണ്. അവരുടെ ദുഃഖത്തിലും അവരുടെ വേദനകളിലും പ്രയാസങ്ങളിലുമൊക്കെ പങ്കുചേരുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഇടവരുത്തിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിരവധി ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തപ്പെട്ട 75-ൽ പരം പേർക്ക് ആഹാരവും വസ്ത്രവും തണലും നൽകി ബദേൽ ഗ്രാമം സംരക്ഷിച്ചു വരുന്നു. തണലിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.